കണ്ണൂർ കാക്കയങ്ങാട് ഭാര്യാമാതാവിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി വിളയക്കോട് തൊണ്ടംകുഴിയിലെ PK അലീമ, മകൾ സെൽമ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സെൽമയുടെ ഭർത്താവ് ഷാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ മകനും പരിക്കേറ്റിട്ടുണ്ട്. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങൾ നൽകും. സുനിൽ, എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് ഉച്ചയോടെ വിളക്കോട് തൊണ്ടംകുഴി ചെറുവൂടിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. സെൽമയും ഭർത്താവ് ഷാഹുലും കഴിഞ്ഞ കുറച്ചു കാലമായി കുടുംബ വഴക്കിനെ തുടർന്ന് പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. മാതാവ് അലീമയുടെ കൂടെയായിരുന്നു സെൽമയും മകനും താമസിച്ചിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ഷാഹുൽ ഇവരുടെ വീട്ടിലെത്തുകയും സെൽമയുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇതിനിടെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഷാഹുൽ സെൽമയെ വെട്ടുകയായിരുന്നു. കഴുത്തിലും ഒപ്പം നെഞ്ചിലുമാണ് സെൽമയ്ക്ക് വെച്ചേറ്റത്. തടയാനെത്തിയ മാതാവ് PK അലീമയെ ഇയാൾ വെട്ടി വീഴ്ത്തി. അലീമയുടെ കഴുത്തിനാണ് മാരകമായ മുറിവേറ്റത്. അതിനിടെ ഇത് തടയാനെത്തിയ മകനും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും സംഭവം അറിഞ്ഞ നാട്ടുകാർ ഓടിക്കൂടി. ബഹളം കേട്ട് നാട്ടുകാർ എത്തി 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഈ 2 പേരും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ 2 പേരും മരിച്ചിരുന്നു. മകൻ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണ്. ഒപ്പം ഈ തർക്കത്തിനിടയിൽ ഇയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്, ഷാഹുലിനും പരിക്കേറ്റിട്ടുണ്ട്. ഷാഹുലിനെ ഇപ്പോൾ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഷാഹുലിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലാണ് ഇയാൾ. പോലീസ് കാവലിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത്.